ഹായ് ഹലോ. ഇപ്പോൾ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ പല്ലവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സേതു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും പല്ലവിയുടെ തന്റെ മനസ്സിലുള്ള പ്രണയം സേതു തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല്ലവി എന്തായിരിക്കും പറയുക, ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ഇപ്പൊ ഞാനെങ്ങാനും പല്ലവിയോട് സ്നേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല്ലവി ഇപ്പോ എന്നോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും ഒന്നും കാണിക്കാതിരിക്കുമോ എന്നുള്ള ഒരു ടെൻഷനും പേടിയും സേതുവിന്റെ മനസ്സിലുണ്ട്. ഈ ഒരു സംഭവങ്ങൾക്കിടയിലും ആ ഒരു പൊന്നുമടം തറവാടിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ ശ്രമിക്കുമ്പോഴും പ്രതാപന് വലിയ വലിയ തിരിച്ചടികൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സേതു ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ തന്റെ അനിയത്തിമാരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടും സേതു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ വളരെ നിർണായകമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ഇന്ദ്രന്റെ വലിയൊരു ചതി കാരണം സേതുവും പല്ലവിയും കൂടി ഒന്നിക്കാനും അതേപടി തന്നെ അവരുടെ ജീവിതം താറുമാറാകാനുമുള്ള സാധ്യതകളല്ല അങ്ങനെയാണ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരാഴ്ചത്തെ പ്രൊമോ വന്നപ്പോൾ തന്നെ ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിലാണ് ഞാനും. കാരണം പ്രണയവും പിന്നെ അതിന്റെ കൂടെ തന്നെ തന്റെ അനിയത്തിമാരെ രക്ഷിക്കാനുള്ള നെട്ടോട്ടവും അതിന്റെ കൂടെ പല്ലവിയെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇന്ദ്രനും ആ ഇന്ദ്രന്റെ ചതിയിൽ ചെന്ന് പെട്ടുപോകുന്ന പല്ലവിയും സേതു, ഇതാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ പ്രൊമോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ തോന്നുന്നുണ്ട്. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് നാള് ഓരോ അവസരങ്ങൾ സേതു കാത്തിരിക്കുകയാണ് പല്ലവിയോട് തന്റെ പ്രണയം പറയാൻ വേണ്ടിയിട്ട്. അവസാനം ഒരവസരവും കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോൾ സേതു തന്നെ തീരുമാനിച്ചു, ഇനി എന്തായാലും ഇത് രക്ഷയില്ല, ഞാൻ ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എന്റെ മനസ്സിലുള്ള പ്രണയം പല്ലവിയോട് തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലവി എടുത്തോട്ടെ, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്ന് സേതു തീരുമാനിച്ചു. അങ്ങനെ പല്ലവിയും സേതുവും കൂടി പുറത്ത് ഒരു സ്ഥലത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയും അവിടെ വെച്ചിട്ട് പല്ലവി ആ ഒരു സമയത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയൊക്കെ നോക്കി പല്ലവി നല്ല ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് സേതു തന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പല്ലവിയോട് പറയുവാണ്, പല്ലവി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരാമോ, നിന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം, അതൊന്നും എനിക്കൊരു യാതൊരു പ്രശ്നമല്ല, നീ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരാമോ എന്ന് പല്ലവിയോട് ആ ഒരു വാക്ക് സേതു ചോദിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നോട് പ്രപ്പോസ് ചെയ്തപ്പോൾ പല്ലവിക്ക് എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. പല്ലവി അങ്ങനെ നിശബ്ദയായിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഒന്നും പറയാതെ പല്ലവി ഇങ്ങനെ നാണത്തോടെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് പതുക്കെ പല്ലവിയുടെ കൈകളിൽ സേതു തൊടുകയും അങ്ങനെ പല്ലവി ഇതുവരെയും സേതുവിനോട് പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ തന്റെ മനസ്സിൽ ഒരിക്കലും സേതുവിനോട് പ്രണയമല്ല, ഒരു സുഹൃത്ത് ബന്ധം മാത്രമാണ്, ആ ഒരു അടുപ്പമാണ് എന്നാണ് പല്ലവി പറഞ്ഞത്. അങ്ങനെ ഈ ഒരു തന്റെ പ്രണയം തുറന്നു പറഞ്ഞെങ്കിലും പല്ലവിയുടെ ആ ഒരു വാക്കുകൾക്ക് വേണ്ടിയിട്ട്, പല്ലവിയുടെ ആ ഒരു സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് സേതു. ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും ഇതിന്റെ ഇടയിൽ കൂടി തന്നെ ആ ഒരു പൊന്നുമടം വീട്ടിലെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടും തന്റെ അനിയത്തിമാരെ സേതുവിനെതിരെ തിരിച്ച് അവരെ ഒരു ആയുധമാക്കി സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതാപൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറുപ്പമാവൻ വഴി സേതുവിന് കാര്യങ്ങളെല്ലാം അറിയായിരുന്നു. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ആ ഒരു സേതു മാധവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ആ ഒരു സ്ഥലം കൈക്കലാക്കിയിട്ട് അത് മറ്റൊരു പാർട്ടിക്ക് വിറ്റ് അതിൽ നിന്ന് കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഋതുവിനെ കൊണ്ട് ആ ഒരു സ്വത്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രതാപൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി ഇത് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കത്തില്ല, ആ ഒരു സ്വത്ത് തന്റെ കൈകൾ കടന്നു പോകും, പിന്നെ തനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് സേതുവിന് മനസ്സിലായി. അങ്ങനെ സേതു നേരെ ആ ഋതുവിനെ കാണാൻ വേണ്ടിയിട്ടും ആ ഒരു തന്റെ അച്ഛൻ തന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് ആ ഒരു അവർക്ക് പ്രതാപനും ഋതുവിനും വലിയൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടും സേതു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയിലും പല്ലവിയുടെയും സേതുവിന്റെയും അടുപ്പത്തിനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സുഹൃത്ത് ബന്ധത്തിനോ അവരുടെ സ്നേഹത്തിനോ ഒന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല, ഒരു കുറവും വന്നിട്ടില്ല. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് ആദ്യമേ സേതുവും പല്ലവിയും ഇടപഴകുന്നത് കണ്ടിട്ടേ ഇന്ദ്രൻ പറയുന്നത് സേതുവിന് വേണ്ടിയിട്ടാണ് പല്ലവി ഇറങ്ങിപ്പോയതെന്ന്. അപ്പൊ ഈ ഒരു അവർ തമ്മിൽ ഇടപഴകുന്നതും സംസാരിക്കുന്നതും കാണുന്നതൊക്കെ ഇന്ദ്രനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല.
അങ്ങനെ ആ ഒരു കോളേജിലെ പല്ലവിയുടെ കോളേജിലെ അവിടുത്തെ പ്യൂണിനെ ഉപയോഗിച്ചുകൊണ്ട് പല്ലവിക്കും സേതുവിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടും അവർക്ക് വലിയൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടും ഇന്ദ്രൻ തീരുമാനിച്ചു. അങ്ങനെ കോളേജിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് സേതുവും പല്ലവിയും കൂടി അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടുത്തെ പ്യൂണ് അവർ നിന്നിരുന്ന റൂം പുറത്തുനിന്ന് പൂട്ടുവാണ്. ഒരു രാത്രി മുഴുവൻ സേതുവും പല്ലവിയും ആ ഒരു റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ പല്ലവിക്ക് തണുക്കുന്ന സമയത്ത് തൻ്റെ ഷർട്ട് ഊരി പല്ലവിക്ക് കൊടുക്കുകയും അങ്ങനെ ആ ഒരു രാത്രി അങ്ങനെ കടന്നുപോയി. പക്ഷെ ആ സേതുവിനും പല്ലവിക്ക് അറിയത്തില്ലായിരുന്നു ആ രാത്രി അവരുടെ ജീവിതം തന്നെ ആകെ മാറ്റിമറിക്കാൻ പോകുന്ന രാത്രിയായിരുന്നു എന്ന്. അവരുടെ ജീവിതത്തെ ആകെ താളം തെറ്റിക്കാൻ പോകുന്ന രാത്രിയായിരുന്നു എന്ന് സേതുവിനും പല്ലവിക്കും അറിയത്തില്ലായിരുന്നു. ഒരുപാട് വട്ടം പല്ലവിയും സേതുവും വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ വന്ന് പുറത്ത് കോളേജിലെ ആൾക്കാരും പിയൂണും പോലീസ് അടക്കം വന്ന് കതവ് തുറക്കുമ്പോഴാണ് സേതുവും പല്ലവിയും പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. ആ സമയം സേതുവിന്റെ ഷർട്ട് പല്ലവി അണിഞ്ഞിരിക്കുവാണ്. അപ്പോൾ അവരെ കണ്ടപ്പോഴത്തേക്കും പന്തികേട് തോന്നിയിട്ട് അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടും ഇല്ലാ കഥകളും മെനയാൻ വേണ്ടിയിട്ടും സേതുവിനെയും പല്ലവിയെയും കുറിച്ച് ഇല്ലാ കഥകൾ മെനയാൻ വേണ്ടിയിട്ടും അവിടെ ശത്രുക്കൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡോടുകൂടി പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതം തന്നെ ആകെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിന് ശേഷം അവരുടെ ജീവിതം എന്തായി തീരുമെന്ന് ഒരു പ്രതീക്ഷയില്ല, ഒരു നിശ്ചയവുമില്ല. പക്ഷേ സേതുവിന്റെ പ്രണയം പല്ലവി സ്വീകരിക്കുമോ? പല്ലവി സേതുവിനോട് തന്റെ പ്രണയം ആ ഒരു സ്വീകരിച്ച് സേതുവിനെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതം മൂളുമോ? അതോ ഇനി ഇന്ദ്രന്റെ ഈ ഒരു ചതി കാരണം ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും, അത് മാത്രമല്ല വരുന്ന നാളുകളിൽ തന്നെ ഇന്ദ്രന് കിട്ടുന്ന പണികളും നമുക്ക് കണ്ടറിയാം. അതുവരേക്കും ബൈ.